ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു പുലിയുടെ പ്രിൻ്റ് ഉണ്ടല്ലോ, അതായത് ഷീറ്റ പ്രിൻ്റ് അല്ലെങ്കിൽ ലെപ്പേർഡ് പ്രിൻ്റ് എന്നൊക്കെ പറയുന്നത്, ആ ഒരു പ്രിൻ്റ് തപ്പി ഇറങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് സിത്തു ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ശിവൻ്റെ കോസ്റ്റ്യൂം ആയിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തപ്പി ഇറങ്ങിയത്. അപ്പോൾ പരാഗ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് നമ്മൾ ആദ്യം പോയത്. മഹാരാജാസ് ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും സംഭവം നമുക്ക് കിട്ടിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കണ്ടേ നിങ്ങളെയൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വീഡിയോസ് എടുത്താണ്. ഇതിപ്പോൾ ഒരു ലെഹങ്കയൊക്കെ തയ്ക്കാൻ പറ്റുന്ന നെറ്റിൻ്റെ മെറ്റീരിയലാണ്. 540 ആണ് മീറ്ററിന് പറഞ്ഞത്. പിന്നെ അവിടെ പല രീതിയിലുള്ള നമുക്ക് അത്യാവശ്യം എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽസും അവിടെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ചുരിദാറിൻ്റെ ഫുൾ സെറ്റാണ്. അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലാണ്, നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ 120 ഒക്കെ വരുന്ന നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ആയിരിക്കുന്നത്. പിന്നെ പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ചോദിച്ചപ്പോഴേക്കും ഏകദേശം ഒരു 160 റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് എല്ലാം അജ്രക്ക്, പിന്നെ ഇക്കത്ത്, അങ്ങനെ എല്ലാ രീതിയിലുള്ള പ്രിൻസും അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കല്യാണിൻ്റെ ഒരു കോട്ടൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കുറേ ലൈക്കൊക്കെ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോയപ്പോഴേക്കും എന്തായാലും കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ കുറച്ചും കൂടി റേറ്റ് കൂടിയ മെറ്റീരിയലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 1200 ആ ഒരു റേഞ്ച് വരുന്നത്. പിന്നെ ഈ യെല്ലോയിഷ് ഗ്രീൻ വരുന്നത് 120 റുപ്പീസായിരുന്നു. നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി വെച്ചതാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാം മെറ്റീരിയലിൻ്റെ പേരൊക്കെ ചോദിച്ചപ്പോഴേക്കും എല്ലാ രീതിയിലുള്ള മെറ്റീരിയലുണ്ട്. മൽമലുണ്ട്, പിന്നെ കോട്ടൺ ഉണ്ട്, പ്യുവർ കോട്ടൺ ഉണ്ട്, പിന്നെ മിക്സ്ഡ് കോട്ടൺ ഉണ്ട്, പോളിസ്റ്റർ മിക്സ് വരുന്നതുണ്ട്, എല്ലാ രീതിയിലുള്ളതും ഉണ്ട്. പിന്നെ മൽമൽ കോട്ടൻ്റെ നല്ല കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പോൾ ഇനി ചൂടുകാലമല്ലേ, അതുകൊണ്ട് കോട്ടനാണ് അവർ കൂടുതലും സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഇനി പോകുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ, എന്ന് വെച്ചാൽ ചൂട് കൂടി വരുമല്ലോ, നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയലൊന്നും നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിന് അങ്ങനെ അധികം ശരിയാവില്ല. അപ്പോൾ അവരുടെ ഇപ്പോൾ വന്നതിൽ കൂടുതലും കോട്ടനാണ് വരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് റബ്ബർ പ്രിൻ്റ് വരുന്നൊരു മെറ്റീരിയലാണ്. പണ്ട് കേട്ടിട്ടുണ്ട് റബ്ബർ പ്രിൻ്റ് കഴുകി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഗോൾഡൻ വരുന്നത് കറുത്ത കളറായി മാറും എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി മേടിക്കാൻ കുറച്ച് പേടിയാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് കറുത്തു പോയാൽ മോശമല്ലേ, അങ്ങനെ. പിന്നെ നമ്മൾ മേടിച്ചതിലൊരു മെറ്റീരിയലാണിത്. അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് പോളിസ്റ്റർ പോലെ, പോളിസ്റ്റർ എന്ന് പറയാം, അങ്ങനെ ഒരു മിക്സ് വരുന്നൊരു ടൈപ്പ് ക്ലോത്തായിരുന്നു. അത് നമ്മളൊരു 3 മീറ്ററിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. എ ലൈൻ അല്ലെങ്കിൽ അനാർക്കലി അടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു മെറ്റീരിയൽ എടുത്തത്. പ്രിൻ്റ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ചൂട് കാലത്ത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, എന്നാലും നമുക്ക് പഠിക്കാനൊക്കെ അത് നല്ലതാണ്. പിന്നെ ഈ ചെക്സ് അത് കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, 100 ഉള്ളൂ മീറ്ററിന്. പിന്നെ ഈ ബാന്തിനി പ്രിൻ്റ് 130 120 ആ ഒരു റേഞ്ചിന് വരും. അപ്പോൾ നമ്മൾ 3-4 ക്ലോത്ത് അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു അനാർക്കലി പോലത്തെ ഒരു ഇത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് സിത്തു. അപ്പോൾ അതിൻ്റെ അടിയിൽ ലേസിന് പകരം നല്ല കട്ടിക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഈ ചിക്കു പ്രിൻറ്റിൻ്റെ സംഭവം കണ്ടത്. അപ്പോൾ അതിൻ്റെയും 1 മീറ്റർ എടുത്തു. പിന്നെ ഈ വൈറ്റ് കാണുന്നുണ്ടല്ലോ, അത് നമുക്ക് ഡയബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് റേഞ്ച് 160 ഒക്കെ വരും. പിന്നെ നമ്മുടെ ബനാറസി രീതിയിലുള്ള കുറേ മെറ്റീരിയൽ ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്, നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു 200 ഒക്കെയാണ്. പിന്നെ നമ്മുടെ ക്രേപ്പ്, ജോർജറ്റ് അങ്ങനെയൊക്കെ വരുന്ന കുറേ എംബ്രോയ്ഡറി ഒക്കെയുള്ള മെറ്റീരിയൽ കണ്ടു. അതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ ഉണ്ട്, അതിനൊക്കെ ഒരു 40-45 അങ്ങനെയൊക്കെ വരും. പിന്നെ നമ്മുടെ ജോർജറ്റ് അല്ലെങ്കിൽ ക്രേപ്പ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ നല്ല നല്ല കളേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ക്യാമറയിൽ എടുത്ത് കഴിയുമ്പോൾ അതിന് അത്ര ഒരു ഭംഗി കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്പേ അതിൻ്റെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ നേരിട്ട് പോയി നോക്കൂ കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ലേസിൻ്റെ കളക്ഷൻ. അവിടെ നല്ല രീതിയിൽ ലേസിൻ്റെ കളക്ഷൻ അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലെയിനൊക്കെ വരുന്ന ലേസിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 35-45 ആ ഒരു റേഞ്ചിലായിരിക്കും. ഇപ്പം നമ്മളൊരു കളറ് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കളറിൽ ഒരു 4-5 ടൈപ്പ് നമുക്ക് അവർ കാണിച്ചു തരും. അത്രയും കളക്ഷൻ അവരുടെ കയ്യിലുണ്ട്. നമ്മൾ ലൈറ്റ് ഗ്രീൻ തപ്പിയിട്ടാണ് പോയത്. അപ്പോൾ ഒരു അംഗ്രഹ മെറ്റീരിയൽ തയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മുത്തൊക്കെ പിടിപ്പിച്ച് അല്ലെങ്കിൽ സീക്വൻസ് ഒക്കെ വരുന്നതിന് 150 ഒക്കെ വരും. പിന്നെ ബ്രൈഡൽ രീതിയിൽ ദുപ്പട്ടയിലൊക്കെ പിടിപ്പിക്കാൻ വരുന്ന ലേസിനൊക്കെ ഏകദേശം ഒരു 300 റേഞ്ചിൽ വരും. നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക, കുറേ കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സെലക്ഷൻ കുറച്ചും കൂടി കൂടുതൽ ഇതുള്ളപ്പോൾ നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ. പിന്നെ റെയിൻബോ പോലത്തെ ഒരു ലേസ് കണ്ടു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റേറ്റ് ചോദിച്ചില്ല, അവർ ഭയങ്കര തിരക്കിലായിരുന്നു. ഉച്ച ടൈമിലാണ് നമ്മൾ പോയത്.
പിന്നെ സീക്വൻസ് ഉള്ളതുണ്ട്, പേൾ ഉള്ളതുണ്ട്. അപ്പോൾ ബ്രൈഡലൊക്കെ ഉണ്ടല്ലോ, ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ പറ്റുന്ന കുറേ ഇത് കണ്ടു, വൈറ്റ് ലേസ് ഒക്കെ കണ്ടു. അപ്പോൾ നമുക്ക് ചീറ്റാ പ്രിൻ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ ബ്രോഡ്വേയിലേക്ക് പോയി. അവിടെ രാധാകൃഷ്ണൻസിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ചീറ്റാ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്രേപ്പ് മെറ്റീരിയലാണ് നമുക്ക് കിട്ടിയത്. അതിന് ഏകദേശം 75 ആയിരുന്നു മീറ്ററിന് റേറ്റ് വന്നിരുന്നത്. അപ്പോൾ അത് തന്നെ കിട്ടുമോ നോക്കിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഈ മെറ്റീരിയലാണ് നമ്മൾ അന്ന് മേടിച്ചിരുന്നത്. അപ്പോൾ അതേ മെറ്റീരിയൽ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു, സമയം കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് സെയിം മെറ്റീരിയൽ തന്നെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ രുദ്രാക്ഷത്തിൻ്റെ കുറച്ച് മാലയുടെ ഇതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.